കണക്ക് വേണം. വരുന്നു 152 വോട്ടുകൾക്ക് മുന്നിൽ ചേലക്കരയിൽ UR പ്രദീപ് ഇടത് സ്ഥാനാർത്ഥി തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ രമ്യ ഹരിദാസിനേക്കാൾ എന്നതാണ് കണക്ക്. ചേലക്കരയിൽ UR ലീഡിംഗ് പ്രദീപ്. ഇനിയിപ്പോൾ രാധേട്ടനപ്പുറം ചേലക്കരക്കാർ പ്രദീപേട്ട എന്ന് നീട്ടിവിളിക്കും. പാലക്കാട് ഷാഫിക്ക് പകരം CK ആണോ എന്ന് ചോദ്യമുണ്ടാവും. പാലക്കാട് CK സുസ്മേരവദനായ സൗമ്യനായ CK ഇത്തവണ അടിയൊഴുക്കുകളിൽ വിശ്വസിച്ചു. 100 കടക്കും. നോക്കൂ, ഇത്തവണ BJP പാലക്കാട് വിശ്വസിച്ചിരുന്നത് സൈലന്റ് ക്യാമ്പയിനാണ്. അവർ വാർഡുകൾ തോറും നിങ്ങൾ വലിയ ആഘോഷങ്ങളിലേക്ക് പോയപ്പോൾ ഞങ്ങൾ വീടുകളിലേക്ക് പോയി. ആ വീടുകളിൽ RSSന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ഒരു വീട്ടിൽ തന്നെ 3, 4, 5 ഇപ്പോൾ EVM കൂടി എണ്ണി തുടങ്ങുന്നത് കൊണ്ട് അതിവേഗം എല്ലാവരും വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. സന്തോഷം എന്താ അറിയോ, ഈ അരുൺ സാർ ഇങ്ങനെ പൊക്കി വിടുന്നത് നല്ലതാ. കാരണം ആ വീഴ്ച അത്ര നന്നായിരിക്കുമല്ലോ എന്നുള്ളതാണ്. ഇത് കണക്കാണ് ഉണ്ണി ബാലകൃഷ്ണൻ. 95ലേക്ക് കണക്ക് പറഞ്ഞു. പക്ഷെ ആ കണക്കാണ് അന്തിമ കണക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് 2000-ലധികം ബാലറ്റ് വോട്ടിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 961 വോട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ 66 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നു. നോക്കൂ, ചേലക്കരയിൽ EVM കൗണ്ടിംഗ് ഒന്നാം റൗണ്ട് തുടങ്ങിയിരിക്കുന്നു. ചേലക്കരയിൽ കൗണ്ടിംഗ് ഒന്നാം റൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം, ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വ്യക്തത വരുന്നതിന് വേണ്ടിയാണ്. ഒന്നാം റൗണ്ട് ഒരിടത്തും പൂർത്തിയായിട്ടില്ല. പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് ചേലക്കരയിലും ഒപ്പം തന്നെ പാലക്കാട് എണ്ണുന്നത്. ഒന്നാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ഒന്നാം റൗണ്ട് പാലക്കാട് എത്തുന്ന സമയത്ത് 1800 വോട്ടുകളുടെ ലീഡാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, 1800 വോട്ടിന്റെ ലീഡാണ് ഒന്നാം റൗണ്ടിൽ BJPക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയിൽ 2500-നും അപ്പുറത്തേക്ക് UR പ്രദീപ് ലീഡ് ഉയർത്തുമെന്നാണ് നമ്മൾ